സഭയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന ദൈവദാസനും കുടുംബവും അനുഗ്രഹീതരായ ദൈവജനം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും നിങ്ങളുടെ കുടുംബങ്ങൾ, ജോലി മേഖലകൾ, കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ ദൈവകൃപയാൽ ഒരു വിശുദ്ധാരാധനയിൽ സംബന്ധിക്കാൻ നമുക്കിടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കും. കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മൾ പ്രസംഗിച്ച വിഷയത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ ആഴ്ചയിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ ആഴ്ചയിൽ നിർത്തിയത് ഞാനൊരു പക്ഷേ ഓർത്തില്ലെങ്കിലും നിങ്ങളെന്നോട് പറയുന്നതിന് ചുറപ്പുണ്ട്. ആരും തല താഴോട്ടിടണ്ട, നേരെ ഇരുന്നാൽ ഞാൻ ചിലപ്പോൾ ചോദിക്കത്തില്ല, കുനിഞ്ഞിരുന്നാൽ കുനിഞ്ഞിരിക്കുന്നവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല നേരെ ഇരിക്കുക. വലിയ ചോദ്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഏത് അധ്യായത്തിൻ്റെ ഏത് വാക്യത്തിലാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതല്ലാതെ കാനഡയുടെ പ്രധാനമന്ത്രിയുടെ പേരൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. നിങ്ങളാകെ പറയേണ്ടത് കഴിഞ്ഞ ആഴ്ച ഞാൻ എവിടെ നിർത്തി അവിടെ മുതൽ ഇന്ന് നമുക്ക് തുടങ്ങാം. അറിയാവുന്നതിന് കൈ ഉയർത്തുകയും ചില സഹോദരിമാരോട് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച നിർത്തിയത് എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലാണെന്ന്. അത്രയെങ്കിലും പറഞ്ഞല്ലോ. 3 കുറഞ്ഞു പോയതേ ഉള്ളൂ. 8-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ നിർത്തിയത്. കാരണം 3-ാം ലോക മഹായുദ്ധത്തിന് റഷ്യയോട് കൂടെ വരുന്ന സഖ്യകക്ഷികൾ 8-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രയേൽ പർവ്വതങ്ങളിൽ വരുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ആ 8-ാം വാക്യം കൂടെ ഒന്ന് വായിച്ചുകൊണ്ട് 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വേഗത്തിൽ വായിക്കുക. കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചെയ്യും. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. അവിടെ നീ എന്ന് പറയുന്നത് മാഗോഗ് ദേശത്തിൻ്റെ പ്രഭുവായ ഗോഗിനോടാണ് പറയുന്നത്. നീ സന്ദർശിക്കപ്പെടും. വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യം ഇസ്രായേൽ രാജ്യമാണ്. ഏത് വാളിനാണ് ഒഴിഞ്ഞു പോയത്? AD 70 തീത്തോസ് 11 ലക്ഷം യഹൂദന്മാരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ആരാണ് തീത്തോസ് അഥവാ ടൈറ്റസ്? റോമൻ സർവ സൈന്യാധിപൻ. റോമിൻ്റെ ആധിപത്യത്തിൽ 4-ാം ലോക മഹാസാമ്രാജ്യത്തിൻ്റെ ഭരണം നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. റോമിൻ്റെ സൈന്യാധിപനായ തീത്തോസ് 55,000 സൈന്യവുമായി യെരുശലേമിലേക്ക് കടന്നു വന്നു. യെരുശലേമിൽ 11 ലക്ഷം യഹൂദന്മാരെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. 95,000 യഹൂദന്മാർ 70 രാജ്യങ്ങളിൽ ചിതറിക്കപ്പെട്ടു. ഇത് AD 70-ലാണ്. AD 135-ൽ റോമൻ ചക്രവർത്തിയായി വന്ന ഹദ്ദിയൻ ചക്രവർത്തി മറ്റ് പല രാജ്യങ്ങളിലേക്കും യഹൂദന്മാരെ ചിതറിച്ചപ്പോൾ ഏതാണ്ട് 86 രാജ്യങ്ങളിൽ യഹൂദൻ ചിതറിപ്പോകേണ്ടി വന്നു. മടങ്ങി വന്നത് എത്ര വർഷം കഴിഞ്ഞാണെന്നറിയാമോ? പോയവരാരും മടങ്ങി വന്നില്ല. അവരുടെ പിൻതലമുറ 1948-ൽ മടങ്ങി വരുമ്പോൾ 1878 വർഷങ്ങൾ രാജ്യവും രാജാവും ദേവാലയവും പുരോഹിതനും ആരാധനയും സ്വന്തം വാസസ്ഥലങ്ങളും സമ്പാദ്യവും നഷ്ടപ്പെട്ട് ലോകം മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ ഒരു ജനതയായിരുന്നു ഇസ്രായേൽ. അതുകൊണ്ടാണ് വാളിൽ ഒഴിഞ്ഞു പോകുന്നത് പല ജാതികളിൽ നിന്ന് 86
ഞെരുക്കം വന്ന് ചേരും എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്കൊരു യുദ്ധതന്ത്രത്തിന്റെ സഞ്ചാരം നടത്തേണ്ടി വരില്ല. ഇവിടെ അവർ സമാപിക്കുകയാണ്. അത് നമുക്ക് ചിന്തിക്കാം, അവിടേക്ക് പോകാം. അപ്പോൾ 8-ാം വാക്യം നമ്മൾ ചിന്തിച്ചു. പണ്ടൊക്കെ നിങ്ങൾ നീണ്ട കഥകൾ വായിക്കുമല്ലോ, ഇപ്പം ആരും വായിക്കാറില്ല, അതിന് സമയം കാണുന്നില്ല. ഇപ്പം മെഗാ സീരിയലുണ്ട്. അപ്പം നീണ്ട കഥ വായിക്കുമ്പോൾ എഴുതി നിർത്തിയിടത്ത് കഥാകാരൻ ഇങ്ങനെ എഴുതിയിരിക്കും, കഥ ഇതുവരെ. അതുകൊണ്ട് ഇന്ന് കഥ എവിടെ വരെ എത്തിയെന്നുള്ളതാണ് 8-ാം വാക്യത്തിൽ പറഞ്ഞത്. ഇനി 9-ലേക്ക് പോകാം. വായിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. നീ മഴക്കോൾ പോലെ കയറി വരും, ദേശത്തെ മൂടും. നീ മാത്രമല്ല, നിന്നോട് കൂടെയുള്ള പല ജാതികൾ. എത്ര രാജ്യങ്ങളാണ് വരുന്നത്? ഇങ്ങനെ നിങ്ങൾ കണ്ണും വിളിച്ചിരുന്നാൽ 5 എന്ന് റീന പറഞ്ഞതിൽ 1 തെറ്റിയിട്ടുള്ളത്. പക്ഷെ അത്രയും പറഞ്ഞല്ലോ. 5 എന്ന് പറഞ്ഞത് ശരിയാ. റഷ്യയും കൂടെ ചേരുമ്പോൾ 6. അപ്പൊ റഷ്യ ഉൾപ്പെടെ 6 രാജ്യങ്ങളാണ് വരുന്നത്. അതാ പല ജാതികൾ നിന്നോടുകൂടെ വരും. ആരോടുകൂടെ? ഗോഗിനോടുകൂടെ, റഷ്യയോടുകൂടെ പല ജാതികൾ വരും. എന്നിട്ട് ആര് കൂടെ ഉണ്ടായിരിക്കും? സകല സൈന്യങ്ങളും. ഏതാ സകല സൈന്യങ്ങളും? നേവിയുണ്ട്, ആർമിയുണ്ട്, എയർഫോഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം അവിടെ കൊടുത്തിരിക്കുന്നത് ഏത് ഫോഴ്സിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ദേശത്തെ മൂടും, മഴക്കോൾ പോലെ കയറി വരും. ഏത് ഫോഴ്സാണ്? എയർഫോഴ്സാണ്. എന്താ കാര്യം? യുദ്ധവിമാനങ്ങളുടെ നിറം കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നിറം പോലും വലിയ പിടിയില്ലാതിരിക്കുമ്പോൾ പിന്നെ യുദ്ധവിമാനത്തിന്റെ നിറം എങ്ങനെയല്ലേ? മഴക്കാർ പോലെയാ, മഴമേഘം പോലെയാ യുദ്ധവിമാനങ്ങൾ. കാണണം, ടി വിയിലൊക്കെ നിങ്ങൾ ഈ യുദ്ധം നടക്കുമ്പോൾ ബോംബിടുന്ന ബോംബർ വിമാനങ്ങളൊക്കെ വരുന്നത് നോക്കിയാൽ എല്ലാ യുദ്ധവിമാനങ്ങളുടെയും ഏത് രാജ്യത്തിൻ്റെയും കളറ് മഴക്കാറിൻ്റെ കളറാണ്. ഒരുപക്ഷെ റഡാറിൻ്റെ കണ്ണ് വെട്ടിക്കാനായിരിക്കും അത് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും മഴക്കോൾ പോലെ കയറി വരും, ദേശത്തെ മൂടുമെന്ന് പറഞ്ഞാൽ വിമാനപ്പടകൾ മൂടും. ഇത് മഴക്കോൾ പോലെ കയറി വരുമെന്നും ദേശത്തെ മൂടുമെന്നും പറഞ്ഞത് എന്നാ? BC 600-നും 500-നും ഇടയിൽ എസെക്കിയേൽ പ്രവാചകനാണ് പറഞ്ഞത്. വിമാനം കണ്ടുപിടിച്ചതെന്ന ആരെങ്കിലും ഒരാൾ പറ. എന്നാൽ അടുത്ത ആഴ്ച ഞാൻ ചോദിക്കുമ്പോൾ പറയണം എന്ന് ആരോ അവിടെ പറഞ്ഞു. എന്നാണ്? 1904. ഒരു വർഷം നിങ്ങളെല്ലാം ഒന്ന് കൂട്ടി ഒന്ന് കുറച്ചുണ്ടാവും. പക്ഷെ അത്രയും പറഞ്ഞല്ലോ. ഞാൻ 90 മാർക്ക് നേടുന്നു. പക്ഷേ 1903-ലാണ് 4-ലെ പറഞ്ഞത്. 1903-ലാണ്. പക്ഷെ സംഗതി അദ്ദേഹത്തിന് പിടിയുണ്ട്. അത് കണ്ടുപിടിച്ചതാണെന്ന് അറിയാമോ? സത്യം ഞാൻ പറയുന്നതാണ്. അത് റൈറ്റ് ബ്രദേഴ്സാണ് കണ്ടുപിടിച്ചത്. അവര് യഹൂദന്മാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ ഒരു സംശയവും വേണ്ട, അത് തലയുള്ളവൻ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ 1903-ലാണ് വിമാനം കണ്ടുപിടിക്കുന്നത്. പക്ഷെ BC 600-നും 500-നും ഇടയിൽ തന്നെ പറഞ്ഞു അത് മഴക്കോൾ പോലെ കയറി വരുമെന്ന്. ഇന്ന് മഴമേഘത്തിന്റെ കളറാണ് വിമാനത്തിന്. അത് ദേശത്തെ മൂടുമെന്ന് പറഞ്ഞു. അവൻ ദൈവവചനത്തിന്റെ നിഷ്ഠുര്യത ഏതെങ്കിലും ഒരു ശാസ്ത്ര ഗ്രന്ഥമോ ഒരു ചരിത്ര ഗ്രന്ഥമോ ഇതിനോടൊരിക്കലും തുല്യം വയ്ക്കാൻ ഒക്കത്തില്ല. ചിലർ ചോദിക്കും, ശാസ്ത്രയുഗത്തിൽ ബൈബിൾ വിശ്വസിക്കാമോ? വിശ്വസിക്കേണ്ട. കാരണം ശാസ്ത്രം ഇപ്പോഴും പൂർണ്ണതയിലെത്തിയിട്ടില്ല. ശാസ്ത്രം ശരിയെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ തെറ്റിപ്പോയി. അതിലേക്ക് ഇപ്പം എനിക്ക് പോകാൻ സമയമില്ല, ഇത് തീരത്തില്ല. അതുകൊണ്ട് എന്നാൽ ബൈബിൾ ഇതുവരെ തെറ്റുപറ്റിയിട്ടില്ല. കാലങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ സുസ്ഥിരമായി നിൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ ദൈവവചനമാണ്. അത് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ പറയിക്കാതെ നിങ്ങളെ കൈ ഉയർത്തി
ഹല്ലേലൂയ പറയേണ്ടത്, അല്ലെങ്കിൽ സ്തോത്രം പറയേണ്ടതാണ്. ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പ്രസംഗിക്കുമ്പോൾ എന്താ ഒരു സ്തോത്രം പറയാത്തത്? സത്യം പറയുക ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ പണി? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ദൈവത്തിന്റെ വചനം എത്ര കൃത്യമാണ്. എസെക്കിയേൽ പ്രവാചകൻ വിമാനം കണ്ടിട്ട് പോലുമില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ മഴക്കോളായി കാണുന്നു. അത് തന്നെയാണ് ഇന്നിപ്പോ ആയിരിക്കുന്നത്. 10ാമത്തെ വാക്യത്തിലേക്ക് വരാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. അതിലില്ലാത്ത ഗ്രാമങ്ങളുള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയിടേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടക്കുന്നിടത്ത് വീണ്ടും നിവാസികളുള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ നിന്ന് ശേഖരിക്കപ്പെടും. കന്നുകാലികളെയും സമ്പാദിച്ച് ദേശത്തിന്റെ മധ്യഭാഗത്തുള്ള ജനതയുടെ അടുക്കലേക്ക് അവിടെ നീ ഒരു ദുരുപായം നിശ്ചയിക്കും. എന്താണ് ദുരുപായം? എന്തിനാണ് ഈ യുദ്ധത്തിന് വരുന്നത്? ഹിറ്റ്ലർ പറഞ്ഞു യഹൂദനെ മുഴുവൻ കൊല്ലാൻ എനിക്ക് കഴിയും. പക്ഷെ അടുത്ത തലമുറ മനസ്സിലാക്കണം, ഇങ്ങനൊരു ജാതി ലോകത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ യഹൂദന്റെ അല്പം ബാക്കി വെച്ചിരിക്കുന്നതെന്ന് ഹിറ്റ്ലർ പറഞ്ഞു. പക്ഷെ ഇവിടെ യഹൂദനെ കൊന്നുപിടിക്കാനല്ല റഷ്യയും കൂടെ നിൽക്കുന്ന രാജ്യങ്ങളും പോകുന്നത്. പിന്നെ എന്തിനാ? കവർച്ച ചെയ്യാൻ, കൊള്ളയടിക്കാൻ. സത്യത്തിൽ ഇന്നത് ആവശ്യമാണ്. എന്താ കാര്യമെന്ന് അറിയാമോ? ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ എന്ന് പറയുന്ന G7 രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. G8 ആയിരുന്നു റഷ്യയോട് ചേർന്ന്. പക്ഷേ ഇപ്പോൾ G7 ആണ്. റഷ്യ അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, റഷ്യ, ഇറ്റലി തുടങ്ങിയുള്ള രാജ്യങ്ങളാണ് G7 രാജ്യങ്ങൾ. G7 ഉച്ചകോടി എന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ സമ്പന്ന രാജ്യങ്ങളുടെ ഉച്ചകോടിയാണ്. പക്ഷെ ഇന്ന് ഓരോ രാജ്യങ്ങളെയും നോക്കുമ്പോൾ സമ്പന്നമായി ഒരിക്കൽ പരിഹസിച്ചെങ്കിൽ ഇന്ന് രാജ്യങ്ങളെല്ലാം സാമ്പത്തിക ബാധ്യതയുള്ളവരും കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരുമാണ്. കേരളം ഏതിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നറിയാമോ? ശ്രീലങ്കയോട്. നിങ്ങളാരും ന്യൂസ് കാണാറില്ലേ? നിങ്ങൾ ന്യൂസ് കണ്ടു? ഞാൻ അനുവദിച്ചിരിക്കുകയാണ്. പക്ഷെ ന്യൂസ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് അപ്പുറത്ത് ചാടിപ്പോകരുത്. ഇന്നലെ രാത്രി വിഷം കുടിച്ചവളോടെ എത്തി അവർ ചത്തോ ഉണ്ടോ എന്ന് നോക്കരുത്. അപ്പൊ ന്യൂസ് കണ്ടാൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ശ്രീലങ്കയോട് അടുത്തുകൊണ്ടിരിക്കുക, ദൂരത്തിലല്ല, സാമ്പത്തിക കാര്യത്തിൽ. ഞാൻ പറഞ്ഞു വന്നത് 1990 ഓഗസ്റ്റ് 2-നായിരുന്നു ഇറാഖ് കുവൈറ്റിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത്. 8 മണിക്കൂർ കൊണ്ട്. അന്ന് എന്ത് ചെയ്തു? ഗൾഫിന്റെ മുത്തെന്നാണ് കുവൈറ്റ് അറിയപ്പെടുന്നത്. കാരണം എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യമാണ്. രാജ്യം ചെറുതാണെങ്കിൽ. അപ്പൊ ഈ എണ്ണ നിക്ഷേപമുള്ള രാജ്യത്തിന്റെ ബാങ്കുകൾ, സ്വർണ്ണക്കടകൾ, അറബികളുടെ പാലസുകൾ എല്ലാം കൊള്ളയടിച്ചു കളഞ്ഞു. എന്തിനാ? അവിടെ ഉണ്ടായിരുന്ന സ്വർണവും അങ്ങനെ എടുക്കാവുന്നത് മുഴുവൻ ഇറാഖിന്റെ പടയാളികൾ എടുത്തു കൊണ്ടുപോയി. ഇനി ഏതൊരു രാജ്യവും ഒരു യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലെ ചിന്തയെന്ന് പറയുന്നത് ജനത്തെ കൊന്നൊടുക്കി രാജ്യം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമല്ല. അതുകൊണ്ട് മറ്റൊരു കാര്യം, അവർ കവർച്ച ചെയ്യാൻ, കൊള്ളയിടാനാണ് പോകുന്നത്. ഇനി കേരളത്തിന്റെ അത്രയും വലിപ്പമില്ലാത്ത ഒരു ചെറിയ രാജ്യമായ ഇസ്രയേൽ ഇത്രത്തോളം കൊള്ളയടിക്കാൻ എന്തോ ഇരിക്കുന്നത്? ചാവുകടൽ എന്ന് കേട്ടിട്ടുണ്ടോ? ബൈബിളിലെ 7 അധ്യായത്തിലെ ചാവുകടലിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ വളരെ മിടുക്കര. അടുത്തിരിക്കുന്ന ഒരു 7 അധ്യായമാണെന്ന്. ഒരു അധ്യായത്തിലെ ചാവുകടൽ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ എഴുതാപ്പുറം വായിക്കുന്നതേ ഉള്ളൂ. ചാവുകടൽ എന്ന് നമ്മൾ പറയുന്നത് ഡെഡ് സീ എന്ന് ഇംഗ്ലീഷിലും പറയുന്നു. പക്ഷെ ചാവുകടലെന്ന് ബൈബിളിലില്ല. ബൈബിളിൽ 9 പേരുകളുണ്ട്. അത് ഇന്നിപ്പോൾ അതറിയപ്പെടുന്ന ബാഹാർ ലൂട്ട് എന്നാണ്. എന്ത് ലൂട്ടാണ്? ബാഹാർ ലൂട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കടലെന്ന് അറബി ഭാഷയിൽ പറയുന്ന ബാഹാർ ലൂട്ട്. നിങ്ങൾ ചോദിക്കരുത് എവിടുന്ന അറബി പഠിച്ചതെന്ന്. ഇന്നലെ നമ്മൾ സംസാരിക്കും, പക്ഷെ അറബിക്ക് മനസ്സിലാകത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ ബാഹാർ ലൂട്ട് എന്നാണ് ഇന്ന് അതിന്റെ പേര്. അപ്പൊ അങ്ങനെ 9 പേരുകൾ ഈ ഡെഡ് സീക്ക് ചാവുകടലിന് ഉണ്ട്. ഈ ചാവുകടലിൽ നിന്ന് അടിഞ്ഞുകൂടിയിരിക്കുന്ന സ്വർണം, വെള്ളി തുടങ്ങി ധനം,
അത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ അതിലെ മിനറൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മില്യനല്ല, ബില്യനല്ല, ട്രില്യൺ കണക്കിന് വരും. മില്യനേക്കാൾ കൂടുതലാണ് ഏതാ? മിൽട്ടനോ? മില്യൺ, ബില്യൺ, ട്രില്യൺ. അപ്പൊ ട്രില്യൺ കണക്കാക്കി ട്രില്യൺ കണക്കിൽ കോടി ഡോളറിന്റെ സമ്പത്ത് അവിടെ ഉണ്ടെന്ന് ഇത് ആർക്കും അറിയാം, റഷ്യയ്ക്കും അറിയാം. അപ്പൊ എന്തിനാ പുറപ്പെടുന്നത്? കൊള്ളയിടാനും കവർച്ച ചെയ്യാനും. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഒരു ദുരൂപായം മനസ്സിൽ ചിന്തിക്കും. ചിന്തിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ പിടിക്കും. അത് മാത്രമല്ല, ഇന്ന് എണ്ണ സമൃദ്ധമായ രാജ്യങ്ങളുടെ മധ്യത്തിൽ, ലോകത്തിന്റെ മധ്യത്തിലെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ പറയണം. ഏതാ മോളെ? ലോകത്തിന്റെ മധ്യത്തിലെ രാജ്യം ഏതാണെന്ന് ഒരു നല്ല കാര്യം ഉറക്കെ പറവില്ലേ? വീട്ടിൽ ഇത്രയും ഉച്ചത്തിലേ സംസാരിക്കത്തുള്ളൂ. ഇങ്ങോട്ട് വാടി നമ്മ വിളിക്ക് പറയോ? നല്ലത് നിങ്ങൾ ഉറക്കെ പറഞ്ഞു. അപ്പോ ലോകത്തിന്റെ മധ്യഭാഗം എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യമാണ്. ആ ഇസ്രായേല് റഷ്യയുടെ കയ്യിൽ വന്ന തന്ത്രപ്രധാനമായ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന് ചുറ്റുമുള്ള യോർദാൻ, ഈജിപ്റ്റ്, സിറിയ, കുവൈറ്റ്, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസിന്റെയും കൺട്രോൾ എവിടെ വരും? റഷ്യയുടെ കയ്യിൽ വരും. അപ്പൊ അവരാരും അമേരിക്കയെ വെട്ടിച്ച് ലോകത്തിന്റെ പോലീസുകാരാകും. അങ്ങനെ ഒരു മോഹം വ്ളാഡിമിർ പുടിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ലെനിനും സ്റ്റാലിനും കണ്ട സോവിയറ്റ് റിപ്പബ്ലിക്കിന് അപ്പുറത്തേക്കാണ് എൻ്റെ ചിന്ത കടന്നു പോകുന്നത്. മനസ്സിലിരുന്നാൽ മതി. ഇപ്പൊ തുടക്കമാണ്. ഒടുക്കം എവിടെ കുറിക്കും? ഇസ്രായേൽ രാജ്യത്ത് കുറിക്കും. അപ്പൊ അതുകൊണ്ട് എങ്ങനെ വരുമെന്നാണ് പറയുന്നത്? കവർച്ച ചെയ്യാനും കൊള്ളയിടാനും. എവിടെയാണ് ഇത്രയധികം സമ്പത്തുള്ളത്? ചാവുകടലിൽ. ഇസ്രായേലിന്റെ കൈവശാവകാശത്തിൽ ഇന്നിരിക്കുന്ന ചാവുകടലിൽ സോദോം, ഗോമോറ, ആത്മ, സെബോയീം. ഇത് 4 പെൺപിള്ളേരുടെ പേരല്ല, 4 സ്ഥലങ്ങളാണ്, 4 പട്ടണങ്ങൾ. സോദോം, ഗോമോറ, ആത്മ, സെബോയീം. ആത്മ എന്ന് പറയുന്ന പെൺപിള്ളേര. ഈ 4 പട്ടണങ്ങൾ ചേർന്നതാണ് ഇന്നത്തെ ചാവുകടൽ. അവിടെയുള്ള സമ്പത്ത് കുറച്ചൊന്നുമല്ല, അതെടുക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. പക്ഷെ നടക്കുമോ? അങ്ങനെ പോകുമ്പോൾ 18ാമത്തെ വാക്യം വായിക്കും. അവിടെ മുതൽ പോയില്ലെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ, ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന, ഗോഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, റഷ്യയുടെ പ്രസിഡന്റ്. ഗോഗ് വരുന്ന അന്നാളിൽ എന്റെ ക്രോധം എന്റെ മൂക്കിൽ ജ്വലിക്കും. ദൈവത്തിന്റെ ക്രോധം ദൈവത്തിന്റെ മൂക്കിൽ ജ്വലിക്കും. ഞാനൊരു ചെറിയ ഫലിതം പറഞ്ഞോട്ടെ. എന്താണെന്ന് അറിയാമോ? ഏത് ദേഷ്യമില്ലാത്തയാളിന്റെയും മൂക്കിലൊന്ന് ചൊല്ലുന്ന ദേഷ്യം വരും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെയും മൂക്കിൽ കോപം ജ്വലിക്കും. ഇസ്രായേൽ ദേശത്തിന് വിരോധമായി, ഏതായാലും ഉമ്മോടിക്കാൻ വരുന്നതല്ലല്ലോ, ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ ദൈവം തമ്പുരാൻ പറയുന്നു, എന്റെ ക്രോധം. ക്രോധമാണോ കോപമാണോ? ക്രോധം. ക്രോധം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കോപത്തിന്റെ ചേട്ടനാണ്. എന്റെ ക്രോധം എന്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും. എന്നാൽ എന്ത് ചെയ്യും? അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. അന്നാളിൽ ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. അപ്പം ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്ന അണുവായുധം, രാസായുധം, ജൈവായുധം ഇതൊന്നും ഫലപ്രദമാകത്തില്ല. കാരണം എന്താ? വന്നിരിക്കുന്ന സൈന്യം ചെറുതല്ല. ലോകത്തിലെ ഏറ്റവും വലിയ 1ാമത്തെ രാജ്യം എന്ന് പറയുന്നത് റഷ്യ. 2ാമത്തെ വലിയ രാജ്യം ഏതാണെന്ന് അറിയാമോ? ഇവർക്കൊരു ജനറൽ നോളജിന്റെ ക്വിസ് നടത്തണം. 2ാമത്തെ വലിയ രാജ്യം കാനഡയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അങ്ങോട്ട് വെള്ളം പറ്റും. മഞ്ഞുള്ള രാജ്യത്തേക്ക് പോകാനുള്ള പ്രവചനമൊന്നും എൻ്റെ കയ്യിലില്ല, കാശുള്ളവർ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു
ഇറാനുണ്ട്, എത്യോപ്യയുണ്ട്, ലിബിയയുണ്ട്, ജർമ്മനിയുണ്ട്, തുർക്കിയുണ്ട്. 5 രാജ്യങ്ങൾ. റഷ്യ ചേർമ്പോൾ 6, ചൈന, അങ്ങനെ 6 രാജ്യങ്ങൾ. ഈ 6 രാജ്യങ്ങളും കൂടെ എവിടെ വരും? ഇസ്രായേൽ ദേശത്തിന് വിരോധമായി വരുമ്പോൾ ദൈവത്തിന്റെ കോപം ദൈവത്തിന്റെ മുഖിൽ ഉജ്ജ്വലിക്കും. അവരുടെ ആയുധ ശേഷി കൊണ്ട് ശത്രുവിനെ നേരിടാനും ജയിക്കാനും കഴിയാത്തത് കൊണ്ട് ദൈവം തമ്പുരാൻ പ്രഹരയെ ഉപയോഗിക്കും. അന്നാളിൽ ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ, ഞാൻ പറഞ്ഞത് അത്രയും വലിയതല്ല, അപ്പൊ ഒരു വലിയ ഭൂകമ്പം അന്നാളിൽ ഉണ്ടാകും. ആ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കേ. വെളിപ്പാട് 16:17 ആ ഭൂകമ്പത്തെ കുറിച്ച്. വെളിപ്പാട് 16:17. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലിയതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. മതി. അവിടെ വായിച്ചത് നിങ്ങൾ കേട്ടോ? എന്താ ഉണ്ടായത്? മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായത് മുതൽ അന്ന് വരെ ഉണ്ടാകാത്ത ഒരു വലിയ ഭൂകമ്പം ഗോഗ് വരുന്ന നാളിലുണ്ടാകും. മനുഷ്യൻ ഉണ്ടായത് മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ ഭൂകമ്പമാണെങ്കിൽ എത്ര വർഷം കൊണ്ട് സംഭവിച്ചതിന് അപ്പുറത്തുള്ള ഭൂകമ്പമാണ്. ഭൂമിയിൽ മനുഷ്യനുണ്ടായത് എത്ര വർഷമായി? ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. പ്രസംഗം എന്ന് പറയുന്നത് കേൾവിക്കാരെ അറിവിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏതൊരു പ്രസംഗകനും തൻ്റെ അറിവിൻ്റെ ഭണ്ഡാരമാണ് തുറന്ന് വിടുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ബുക്കുമായിട്ട് വരണമെന്ന്. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായിട്ട് 6000 വർഷമായി. ആരാണ് ആദ്യത്തെ മനുഷ്യൻ? ആദാം മുതൽ ഇന്നുവരെ എത്രയായി? ആദാം മുതൽ അബ്രഹാം വരെ 2000 വർഷം. അബ്രഹാം മുതൽ യേശു ക്രിസ്തു വരെ 2000 വർഷം. യേശു ക്രിസ്തു മുതൽ ഇന്ന് വരെ 2000 വർഷം. 6000 വർഷം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായത് മുതൽ ഇത്ര വലിയ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. അപ്പൊ 6000 വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന റഷ്യ വരുന്ന അന്നാളിലെ ഭൂകമ്പം എന്തൊക്കെ സംഭവിക്കും? മഹാനഗരം 3 പിരിയും. ഏതാ മഹാനഗരം? യെരുശലേം തന്നെ. മഹാനഗരം 3 പിരിയും. ആ ഭൂകമ്പത്തിന്റെ പ്രകമ്പനമാണ്. ഭൂമിയിൽ വരാൻ പോകുന്ന മാറ്റമാണ്. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ ഒരുങ്ങണം കേട്ടോ. അപ്പൊ ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാ പ്രാണപ്രിയന്റെ പാദമേൽക്കുവാൻ. അപ്പം ഗോഗ് വരുന്ന അന്നാളിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. വെളിപ്പാടുകാരൻ പറഞ്ഞ ആ ഭൂകമ്പം മനുഷ്യനുണ്ടായിരുന്നത് ഇന്ന് വരെ ഉണ്ടായതിനേക്കാൾ വലിയ ഭൂകമ്പമാണ്. മഹാനഗരം 3 പിരിയും. ജാതികളുടെ പട്ടണവും വീണു പോകും. ഏതാ ജാതികളുടെ പട്ടണം? ചുറ്റുപാടുള്ള 6 രാജ്യങ്ങൾ. ഇത്ര കൃത്യമായി പറയുന്നത് ഈ പുസ്തകമല്ലാതെ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് ഏജൻസിയായ നാസ, അവരിത് പറഞ്ഞിട്ടുണ്ടോ? ഇറ്റാലിയൻ സ്പേസ് ഏജൻസി പറഞ്ഞിട്ടുണ്ടോ? ഇന്ത്യയുടെ ഇസ്രോ ISRO പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പറയാൻ പറ്റത്തുമില്ല. അതാണ് ഞാൻ പറയുന്നത്. ദൈവവചനം നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ട പുസ്തകമാണ്. ഇതിനകത്ത് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഒരു മുൻകൂർ രേഖ പോലെ തെറ്റാതെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ദൈവത്തിന് സ്വന്തം സമയം ചെയ്യാനായും അപ്പൊ ആ തെറ്റാതെ നമുക്ക് തന്നിരിക്കുന്ന പുസ്തകമാണ്. അപ്പൊ മനുഷ്യനുണ്ടായപ്പോൾ ഉണ്ടാകാത്ത ഭൂകമ്പം ഉണ്ടാകുമ്പോൾ മഹാനഗരം 3 പിരിയും. യെരുശലേം ജാതികളുടെ പട്ടണം. ചുറ്റുപാടുമുള്ള 6 രാജ്യങ്ങൾ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ്, ഈജിപ്ത്, ഇതെല്ലാം വരും. അപ്പം യെരുശലേമിൽ ഇങ്ങനൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രകമ്പനത്താൽ ഇവിടെ എല്ലാം തകർന്നു വീഴാൻ പോവുകയാണ്. പറഞ്ഞു മനസ്സിലായോ? ഇത് വാസ്തവത്തിൽ ദൈവത്തിന് നമുക്ക് തരുന്ന വ്യക്തമായ ഒരു
അധ്യായത്തിലേക്ക് വന്ന് എന്തായിരിക്കും ഈ യുദ്ധത്തിന്റെ റിസൾട്ട് എന്ന് ഇവിടെ നമ്മൾ എന്ത് കണ്ടു? 38 അധ്യായത്തിൽ എന്ത് കണ്ടു? അന്നാളിൽ ദൈവകോപത്താൽ വലിയ ഭൂകമ്പം ഉണ്ടാകും. ആ ഭൂകമ്പത്താൽ എന്ത് സംഭവിക്കുമെന്ന ഇനി നമ്മൾ 39 അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കാൻ പോകുന്നത്. 39-11 മുതൽ വായിക്കും. അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. അപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, നീ ഒടുക്കം വന്നു ചേരും. അപ്പൊ ഗോഗിന്റെ ഒടുക്കം ഇസ്രായേലിൽ സംഭവിക്കും, അടക്കം അവിടെ തന്നെ സംഭവിക്കും. അപ്പൊ ഒടുക്കവും അടക്കവും എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഇസ്രായേലില്ല. അന്നാളിൽ ഞാൻ ഗോഗിന് ഇസ്രായേൽ ദേശത്ത് ഒരു ശ്മശാന ഭൂമി കൊടുക്കും. വരുന്നത് എന്തിനാ? കൊള്ളയിടാൻ. സംഭവിക്കാൻ പോകുന്നത് എന്തിനാ? ശവക്കോട്ട വാങ്ങിക്കും. നമ്മള് ചില ആളുകളോടൊക്കെ വിശ്വാസത്തിൽ വരണം, രക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ശവക്കോട്ടയുണ്ടോ? ഇത് കേട്ടാൽ തോന്നും ഇവർ ചാകാൻ വരികയാണെന്ന്. നിങ്ങൾ ജീവിക്കാൻ പാടും, ചത്തു കഴിയുമ്പോൾ ശവക്കോട്ട കിട്ടും. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഗോഗിന് ഒരു ശ്മശാന ഭൂമി കൊടുക്കും. വായിച്ചാല് കിഴക്ക് വശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ. അപ്പൊ ഇന്നിപ്പോ അത് ശ്മശാന ഭൂമി അല്ല. എന്നാൽ ഗോഗിന് കൊടുക്കാൻ പോകുന്നത് കടലിന് കിഴക്ക് വശത്ത് വഴിപോക്കർ വഴി നടക്കുന്ന ഒരു രാജപാതയായിരിക്കുന്ന ട്രാൻസ്യോർദാൻ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ശവക്കോട്ടയ്ക്ക് കൊടുക്കാൻ പോകുന്നത്. അവിടെ അവർ വഴിപോക്കർക്ക് അത് വഴി മുടക്കമായി. ശവമടക്കിയത് കൊണ്ട് പേടിച്ചു പോകാതിരിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് അവിടെ വഴി മുടങ്ങി പോകുന്നതെന്ന് നമുക്ക് വായിക്കാം. അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവിടെ ഗോഗിനെയും സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ കൂടെ വരേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ അടക്കിയെടുത്ത് അടക്കണം. കോവിഡ് വന്നപ്പോൾ പിതാക്കന്മാരെ അടക്കിയെടുത്താണോ അടക്കിയത്? 2004 ഡിസംബർ 26 സുനാമി വന്നപ്പോൾ പിതാക്കന്മാരെ അടക്കിയെടുത്താണോ അടക്കിയത്? വേളാങ്കണ്ണി പോയത് തിരിച്ചു വന്നിട്ടേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റഷ്യയുടെയും ശവമടക്ക് നടക്കാൻ പോകുന്നത് എവിടെ? ഇസ്രായേൽ ദേശത്താണ്. ട്രാൻസ്യോർദാനില്ല. അത് വഴിപോക്കർക്ക് വഴിമുടക്കാകും. അവർ അതിന് ഹാമോൻ ഗോഗ്, ഗോഗ് പുരുഷാരത്തിന്റെ താഴ്വര എന്ന് വിളിക്കും. ഹാമോൻ ഗോഗ് താഴ്വര. അത് തന്നെ. അവരെ അടക്കി കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു പേരില്ല. അവിടെ അടക്കി കഴിഞ്ഞാൽ ആ ഗോഗ് പുരുഷാരത്തെ അടക്കിയ താഴ്വര എന്നർത്ഥമുള്ള ഹാമോൻ ഗോഗ് താഴ്വര എന്ന പേര് വിളിക്കും. ഇസ്രായേൽ ഗൃഹം അവരെ അടക്കം ചെയ്തു തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടി വരും. ശവമടക്കുന്ന സമയം പോലും പറഞ്ഞിരിക്കുക. 7 മാസം കൊണ്ടാണ് അടക്കുന്നത്. ചത്തുവീഴുന്നതിന്റെ എണ്ണം മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോവുക. വായിച്ച് ദേശത്തിലെ ജനമെല്ലാം കൂടി അവരെ അടക്കം ചെയ്യും. ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുന്ന നാളിൽ അത് അവർക്ക് കീർത്തിയായിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ദേശത്ത് ശവമടക്കുന്നതിന് ഇസ്രായേൽ ജനം എല്ലാം കൂടെ ശ്രമിച്ച് അടക്കിയതിന് ശേഷം ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാർ. അപ്പൊ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ സംഭവിച്ചിരിക്കുന്നത് ഇന്നാണ്. അപ്പൊ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം വരാൻ പോവുക നിത്യപ്രവർത്തിക്കാർ. ന്യായസംഘ ചൊവ്വായൊന്നും വ്യത്യാസമില്ല. നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഒരു മനുഷ്യാസ്തി, മരിച്ച ഒരു വ്യക്തിയുടെ അസ്ഥി ഈ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാർ കാണുമ്പോൾ അവിടെ ഒരു അടയാളം വയ്ക്കും. എന്താണ് അടയാളം? ഡേഞ്ചർ, ഇതുവഴി വരരുത്. നിങ്ങൾ കണ്ടോ ട്രാൻസ്ഫോമറിന്റെ അവിടെ ഒരു അടയാളം ഇരിക്കുന്നത്? 2 അസ്ഥികൾക്കിടയിൽ ഒരു തലയോട് അതുപോലെ ആയിരിക്കും ചിലപ്പോൾ വയ്ക്കുന്നത്. കാരണം ഒന്നാം ഡേഞ്ചറാണ്. എന്താ കാര്യം അറിയാമോ?
രണ്ട് കാരണങ്ങളാണ് അന്ന് മരിക്കുന്നത്. ഒന്ന്, 38-22 വാക്യം ഒന്ന് വായിക്കും. മരിക്കുന്ന രണ്ട് വിധങ്ങളില്ല. 38-22. ഞാൻ എന്റെ സകല പർവ്വതങ്ങളോടും, 22, ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും. മഹാമാരി കൊണ്ട് രക്തം കൊണ്ടും. അപ്പൊ ഭൂകമ്പം കൊണ്ട്, മഹാമാരി കൊണ്ട്. മഹാമാരി എന്ന് പറഞ്ഞാൽ എന്താ? പെരുമഴയല്ല, പിന്നെന്താ? ഇന്നത്തെ കോവിഡ് പോലെയുള്ള മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ സന്ദർശിക്കും. ഈ മഹാമാരി വന്നവനെ അടക്കാൻ ഒക്കത്തില്ല. PPE കിറ്റ് ധരിച്ചവരല്ലേ ഇപ്പം ആര് അടക്കിയത്? കൊറോണ ബാധിതർ മരിച്ചപ്പോൾ. അതുപോലെ ട്രെയിനിങ് ലഭിച്ചവർക്ക് അടക്കാൻ പറ്റും. അതുകൊണ്ടാണ് സത്യത്തിൽ 7 മാസം എടുക്കുന്നത്. മറ്റൊന്ന്, ഈ മരിക്കുന്നവർ എങ്ങനെ മരിക്കുമെന്നുള്ള രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. അത് സെഖര്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കും. വേഗം വായിക്കും. സെഖര്യാ 14:12. സെഖര്യാ 14:12. മൂന്ന് കാര്യങ്ങൾ. യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന സകല ജാതികളും, റഷ്യയും കൂടെ വരുന്ന കക്ഷികളും, യെരൂശലേമിനോട് യുദ്ധം ചെയ്യാൻ വരുന്ന സകല ജാതികളോടും യഹോവ എങ്ങനെ ഇടപെടുമെന്നാണ് പറയുന്നത്? അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ മാംസം ചീഞ്ഞഴുകിപ്പോകും. കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. പിന്നെ വാസന കയറുന്ന പോലെ യാതൊരു കാര്യവുമില്ല. ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവരെ കാണാനേ ഇല്ല. അപ്പൊ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ഒരേ തെറ്റ് ചെയ്ത 2 സ്ത്രീകൾ ജയിലിലെ ഒരേ സെല്ലിൽ വർഷങ്ങൾ കിടന്ന് അവിടെ നിന്ന് റിലീസായി പുറത്തിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് 2 പേർക്കും 2 സ്ഥലത്തേക്കാണ് പോകേണ്ടത്. ചെയ്ത കുറ്റം ഒന്നാണ്, പോകേണ്ടത് 2 സ്ഥലത്തേക്കാണ്. പോകാൻ നേരം ഒരാൾ മറ്റുള്ളവരോട് പറയാ, ബാക്കി പിന്നെ പറയാമെന്ന്. ഈ ഒരേ സെല്ലിൽ കിടന്ന് വർഷങ്ങൾ പറഞ്ഞിട്ടും പിന്നെ ബാക്കിയുണ്ടെന്ന്. കാരണം NH-47 പോലെയാണല്ലോ നാവ്. ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കാരണം നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. 3 കാര്യങ്ങളാണ്. മാംസവുമില്ല, കണ്ണുമില്ല, നാവുമില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? ഇതെന്താണെന്നറിയാമോ? ആണവ ആയുധത്തിന്റെ പ്രയോഗത്താൽ സംഭവിക്കാൻ പോകുന്നത്. ആദ്യത്തെ അണുബോംബ് 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിലിട്ടു. എന്തായിരുന്നു ആ ബോംബിന്റെ പേര്? ലിറ്റിൽ ബോയ്, ചെറിയ ആൺകുട്ടി. മനസ്സിലായല്ലോ? ചെറിയ ആൺകുട്ടി, ലിറ്റിൽ ബോയ് ആശിച്ചിരിക്കുന്ന. അപ്പൊ ഒന്നാമത്തെ ബോംബിന്റെ പേര് ലിറ്റിൽ ബോയ്. ഇപ്പൊ ഇരിക്കുന്ന ബോംബിന്റെ പേരറിയാമോ? എല്ലാ ബോംബുകളുടെയും മാതാവ്. ഇതെവിടെയുണ്ട്? GBU-43B MOAV, മാസീവ് ഓർഡിനൻസ് എയർ ബ്ലാസ്റ്റ് എന്നാണ് അതിന്റെ പേര്. ഇത് 10,000 കിലോഗ്രാമാണ് ഇതിന്റെ തൂക്കം. ഹിരോഷിമയിലിട്ട ബോംബിന്റെ 6,666 കിട്ടി സംഹാരശേഷി 4-6. ഇതെവിടെയുണ്ട്? ഓരോ രാജ്യങ്ങളിലും ഇരിപ്പുണ്ട്. അതൊന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാംസം നിവർന്നു നിൽക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ചീഞ്ഞഴുകിപ്പോകും. കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ഇത് സംഭവിക്കുന്നത് കൂടാതെ മഹാമാരി കൊണ്ടും 2 വിധത്തിൽ കൊല്ലപ്പെടും. അപ്പൊ ഈ ആണവായുധങ്ങളുടെ അണുബോംബിന്റെ റേഡിയേഷൻ തൊടാൻ പറ്റത്തില്ല. 10,000 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും ആണവ നിർവീര്യം നടക്കുകയില്ല. ഞാൻ പറയുന്ന വാക്കുകളുടെ അർത്ഥമേ മനസ്സിലാകുന്നുള്ളൂ. എല്ലാവർക്കും മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു ആണവ പ്രക്രിയ നടന്നാൽ അതിൻ്റെ അവശിഷ്ടം ഒന്ന് നിർമ്മാർജ്ജനം ചെയ്യണം, നിർവീര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ലെന്ന്. ഉടൻ തുറന്നു വിട്ട ഭൂതത്തെ
മാംസവും എല്ലാം ചെയ്ത് അഴുകി പോകുന്നത്. അതുകൊണ്ട് ഈ അസ്ഥി സാധാരണക്കാരനെ തൊടാനൊക്കത്തില്ല. അതിനെ ട്രെയിനിങ് ലഭിച്ചവർക്ക് അത് അടക്കാൻ നോക്കും. അതുകൊണ്ടാണ് അസ്ഥി കണ്ടാൽ എന്ത് വയ്ക്കുന്നത്, ഒരടയാളം വയ്ക്കുന്നത്, ഇതുവഴി വരരുത്, ഡേഞ്ചർ. അങ്ങനെ ഒരു ലോകത്തിലേക്ക് കടന്നു പോകാതെ കർത്താവ് വാനമേഘങ്ങളിൽ വരുമ്പോൾ കർത്താവിനോട് കൂടെ ചേർക്കപ്പെടാൻ ഇന്ന് കേൾക്കുന്ന വചനം നിങ്ങൾക്കുതകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വ്യക്തമായി മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ സമയം പറഞ്ഞിട്ടില്ലെങ്കിലും വേദപണ്ഡിതന്മാർ അവരുടെ ആഗ്രഹം കൊണ്ട് പറയുന്നതാണോ എന്നറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ സമയം പറയാത്തത്. സഭയുടെ റാപ്ചറിന് ശേഷം, ഉത്പ്രാപണത്തിന് ശേഷമാണ് അത് സംഭവിക്കുന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയിൽ എടുക്കപ്പെടാൻ ദൈവസഭ ഒരുങ്ങണം, ന്യൂയർ ക്രിസ്ത്യൻ ചർച്ച ഒരുങ്ങണം. ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം, സംഭാഷണത്തിൽ മാറ്റങ്ങൾ വരണം, വിശുദ്ധിയും വേർപാടും ഉണ്ടായിരിക്കണം. വെളിപ്പാട് 22-ന്റെ 10, 11, 12 നീതിമാനിനിയും നീതി ചെയ്യട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധനിനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ എന്ന് പറഞ്ഞാൽ ബൈബിൾ സമ്മതിച്ചിരിക്കുന്നു എന്നല്ല. റോമാലേഖനം 10-ാം വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം എല്ലാവരും അനുസരിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു? എനിക്കങ്ങനെ പറയാൻ ഇടവരുന്നു. കർത്താവേ, ഞാൻ ഈ പറഞ്ഞത് ആർ വിശ്വസിച്ചു എന്ന് ചോദിക്കാൻ ഇടവരാതെ പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. വരാൻ പോകുന്നു മൂന്നാം ലോകമഹായുദ്ധം, അത് കഴിഞ്ഞാൽ വരുന്നു നാലാം ലോകമഹായുദ്ധം, എതിർ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ ഇസ്രായേലിനെതിരെ. അത് കഴിഞ്ഞാൽ അഞ്ചാം ലോകമഹായുദ്ധം വരാൻ പോകുന്നു. മൂന്നും ബൈബിളിലുണ്ട്. വരുന്ന നാളുകളിൽ സമയം കിട്ടിയാൽ നമുക്കിതൊക്കെ ചിന്തിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടം വിട്ടു പോകുന്നതിന് മുമ്പ് നിങ്ങൾ